ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് നോക്കാനാണ് എന്നുള്ളതാണ്. കാരണം ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനെ ഇല്ലാതാക്കി ആ ഭരണ സമിതിയിലെ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇല്ലാതാക്കിയ ആക്രമണമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയത്. അതിനെ ശക്തമായി തിരിച്ചടിച്ചില്ല എങ്കിൽ ഇറാന് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം നമുക്കറിയാം, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇതുവരെ മുന്നോട്ട് പോയത്. നേരത്തെയുള്ള ഷാ ഭരണകൂടത്തിന്റെ കാലത്തായിരുന്നുവെങ്കിൽ അമേരിക്കയുമായി വിധേയത്വമായിരുന്നു, പാകിസ്ഥാനുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ തന്നെ അന്ന് വലിയ അടുപ്പം ഇറാനുമായി ഇല്ലാതിരുന്നത്. ഇന്ത്യ എന്നു മുതലാണ് ഇറാനുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്നത്? അത് ഖമനേയി അവിടെ ഉണ്ടായിരുന്ന വിപ്ലവത്തിന് ശേഷം ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വന്നതിന് ശേഷമാണ്, 79-ന് ശേഷമാണ് ഇന്ത്യ കൂടുതലായി ഇറാനുമായി അടുക്കുന്നത്. അത് പാകിസ്ഥാനെ ശക്തമായി എതിർത്ത ഒരു രാജ്യമെന്ന നിലയിൽ കൂടിയായിരുന്നു ആ ഒരു സഹകരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കൂ, ഒരു ആണവ ശക്തിയല്ലാത്ത ഒരു രാജ്യത്തെ ഇതുപോലെ ആക്രമിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഭൗമരാഷ്ട്രീയത്തിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിന് മറുപടി നൽകിയില്ല എങ്കിൽ അത് ഇറാന് ഇനി ഒരു കാലത്തും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഏതറ്റം വരെയും ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇറാൻ വരികയാണ്.